നമ്മളെന്താ ചെയ്യണേ? അപ്പം നമ്മളിന്ന് ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് ആട്ടോ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും നല്ല തകൃതിയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല തമ്മിത്തല്ലും വഴക്കും ഉണ്ടായിരുന്നു പരസ്പരം ഇവർ തമ്മിൽ. പിന്നെ അവർ കോംപ്രമൈസ് ആക്കി കൊണ്ടുവരലായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. എന്നാലും പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ചെറുതിനെ ഞങ്ങൾ കളിക്ക് കൂട്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളെ കളിക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ അവളെ കൂട്ടി ചുമ്മാ ഇരിക്കുന്നതാണ് പുള്ളിക്കാരി കേട്ടോ. അപ്പം ഞങ്ങൾ ചാലഞ്ചിൽ ജയിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫുഡ് വന്നിട്ടോ സൊമാറ്റോയിലാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ നഗറ്റ്സും ആണ് കേട്ടോ നമുക്ക് ഓരോ പ്രാവശ്യം ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് വീഴുന്നവർക്ക് കിട്ടണേ. അപ്പോൾ ചലഞ്ച് റെഡിയാണ്. ഞങ്ങളിവിടെ ഏജ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ സോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. ആദ്യം ആദി, അത് കഴിഞ്ഞ് ജാനിക്കുട്ടി, അത് കഴിഞ്ഞ് പാറു, അത് കഴിഞ്ഞ് കണ്ണൻ, അത് കഴിഞ്ഞ് അപ്പു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ വന്നിട്ടിട്ട് പോകുന്നതാണ്. അതിന് ആക്ച്വലി ഈ കളിക്ക് അതില്ല. ഓ ജസ്റ്റ് ജാനി അങ്ങനെ ആദ്യമായിട്ട് കണ്ണന് കിട്ടിയിരിക്കുക കേട്ടോ. ആദ്യത്തെ വിജയി കണ്ണനാണേ. അത് കഴിഞ്ഞ് അപ്പും കറക്റ്റായിട്ട് വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആകെയുള്ളത് 3 തരുണീമണികളാണ്. ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഓ അയ്യോ അതിന് കളിക്കാനില്ല. ഒരെണ്ണെടുത്തോ, ഒരു നഗറ്റ്സ് എടുത്തോ, കുഴപ്പമില്ല. ഇല്ല ഇല്ല, അത് സോസ് എടുത്തതാ. ആദ്യം ഇട്ട പ്രാക്ടീസ് ചെയ്തപ്പോ മോളെ ജസ്റ്റ് മിസ്. അതെടുക്കൊന്നും വേണ്ട, ഈച്ചൊക്കെ അതിനകത്തിരുന്നോട്ടെ, കുഴപ്പമില്ല.
അപ്പുൻ്റെ കൂടെ കഴിഞ്ഞ് ഇനി ഒരു റൗണ്ടും കൂടി ഉള്ളു. ഇനി ഒരു റൗണ്ടും കൂടി ഉള്ളു, അതോടെ തീർന്നു. ആ ആദ്യം മാറിക്കോ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇട്ടത് ആരാ? അപ്പൊ ഈ ഇതിന്റെ വിന്നർ കണ്ണനാണ്. ഓ വാ, അടിപൊളി. ചലഞ്ച് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബാക്കി ഉണ്ടാകുന്നത് എല്ലാവരും കൂടെ കഴിച്ചിട്ടോ. പിള്ളേരല്ലേ, ഒരാൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ പിള്ളേർ ഹാപ്പി. അങ്ങനെ അടുത്ത ചലഞ്ചിന് അവർ ഭയങ്കര റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അടുത്തൊരു ചലഞ്ചും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും.